ഉത്ഥാനം ചെയ്ത യേശു ഇതാ മധ്യത്തില്. കണ്ണുകളുയർത്തി യേശുവിനെ നമുക്ക് ദർശിക്കാം. കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ശ്രാപ്പന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ അഭിഷേകത്തോടെ കർത്താവേ നീ പരിശുദ്ധൻ. എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. നന്ദി. കൃപ ചൊരിയുന്ന മണിക്കൂറുകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. യേശുവിലേക്ക് ഉത്ഥാനം ചെയ്ത യേശു പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം. ആ യേശുവാണ് നമ്മെ സുഖപ്പെടുത്തുന്നത്. പത്രോസിനെ ജയിലിറക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സ്വർഗീയ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കപ്പെടുകയാണ്. സകല ബന്ധനങ്ങളും അഴിയപ്പെടുന്ന സമയമാണ്. തിരുവചനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയമാണ്. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക, ആഗ്രഹത്തിലായിരിക്കുക. ആ സ്വർഗീയ അഭിഷേകം സകല തിന്മകളെയും പരാജയപ്പെടുത്തുന്ന ദൈവസാന്നിധ്യത്തിന്റെ ശക്തിയാണ് പത്രോസിന് കിട്ടിയത്. ആ പത്രോസിന്റെ അധികാരത്തിന്റെ അഭിഷേകമാണ് ഇന്ന് സഭയിലൂടെ വ്യാപരിക്കപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ വലിയ സൗഖ്യവും വലിയ ദൈവാനുഗ്രഹവും ലഭിക്കപ്പെടാൻ വേണ്ടി ഇടവകയിലുള്ള സജി മാത്യു എന്ന സഹോദരൻ GBS എന്ന രോഗം, മാരകമായ രോഗം, ഒരു പനി വന്ന് ശരീരം മുഴുവൻ തളർന്നു പോവുകയും ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് ആള് മരിക്കുക. അങ്ങനെയാണ് സംഭവിക്കുന്നത്. തളർന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ എല്ലാ അവയവങ്ങളിലും സ്വാധീനിച്ച് മരണം സംഭവിക്കാം. പോലുള്ള മാരക രോഗം പിടിച്ച് പെട്ടെന്ന് ഒരു ദിവസം തളർന്നുപോയി. ആ അസുഖം വന്നതോടെ എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. സംസാരിക്കാൻ പറ്റാതെ പല ആശുപത്രിയിലും ചികിത്സിക്കുകയും ഫിസിയോതെറാപ്പിക്ക് ശേഷം മറ്റുള്ളവരുടെ സഹായത്തോടെ ഞാൻ പതുക്കെ നടന്നു തുടങ്ങി. പക്ഷേ സഹിയോൻ ധ്യാന കേന്ദ്രത്തിലോ ഇത്തവണത്തെ ഈ ധ്യാനത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ വായിക്കുന്നത്. സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയതിന്റെ ഫലമായി ഒരു ഫിസിയോതെറാപ്പി പോലും ഇല്ലാതെ ദിവ്യകാരുണ്യ ഈശോ നടന്നുപോയി ഈശോയെ സ്വീകരിക്കുവാൻ കൃപ കൊടുത്തു. കരമുയർത്തി മറ്റുള്ളവരുടെ സഹായത്തോടെ ആയിരുന്ന മകൻ ഒരു സഹായം കൂടാതെ രക്ഷകനായ ദൈവത്തിന്റെ അടുത്തേക്ക് യേശുവിനെ സ്വന്തമാക്കുവാൻ
തന്നെ നടന്നു ചെന്ന് യേശുവിനെ തന്റെ ശരീരത്തില് സ്വീകരിച്ചു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ ഈ സൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. കാരണം ഉയർത്തി പാടാം. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. റജി ജോർജ് എന്ന സഹോദരൻ പൊൻകുന്നത്തുനിന്ന് എഴുതി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ പൊൻകുന്നത്തുനിന്നാണ് എഴുതുന്നത്. എന്റെ അമ്മ 75 വയസ്സുള്ള വ്യക്തി മാർച്ച് മാസം വീണു. അതേ തുടർന്ന് ചെത്തിപ്പുഴയിൽ അഡ്മിറ്റ് ചെയ്തു. ഓരോ ദിവസം കഴിയുന്തോറും നില വഷളായിക്കൊണ്ടിരുന്നു. അവസാനം ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. എല്ലാ കാര്യങ്ങളും കട്ടിൽ തന്നെ കിടന്നുകൊണ്ട് കഴിയുന്ന അവസ്ഥയിലെത്തി. ഞാൻ കുടമാളൂരില് പൂവെച്ച് ആരാധന നടത്തിക്കൊണ്ടേയിരുന്നു. ഒരു വെള്ളിയാഴ്ച അമ്മ മയക്കത്തില് കുടമാളൂർ പള്ളിയിൽ എല്ലാവരും സ്തുതിക്കുന്നതായി കണ്ടു. അന്ന് തന്നെത്താനെ കാല് ചെറുതായി പൊക്കുവാൻ സാധിച്ചു. തുടർന്ന് ഓരോ ആഴ്ചയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വാക്കറിൽ പിടിച്ചു നടക്കാൻ തുടങ്ങി. തളർന്നു കിടന്ന് അമ്മച്ചിക്ക് ശക്തി കൊടുത്തു. കുടമാളൂര് ദൈവജനം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നത് അമ്മച്ചി സ്വപ്നത്തിൽ കാണുകയാ. പ്രിയ ദൈവജനമേ, സ്വരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? സൗഖ്യദാതാവായ ദൈവത്തിന്റെ കാരുണ്യമാണ് ഇവിടെ പെയ്തിറങ്ങുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ദൈവം പ്രവർത്തിക്കും, ചേർന്ന് പാടാം, എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. അഭിഷേകം നിറയപ്പെടുകയും ശക്തി വ്യാപരിക്കപ്പെടുകയും സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടുകയും ഹോസ്പിറ്റലിലായിരിക്കുന്ന വ്യക്തിയെ പോലും കർത്താവ് സുഖപ്പെടുത്തുന്ന നിമിഷം ഇവിടെ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ പൂക്കൾ വെച്ച് ആരാധന നടത്താനായിട്ട് മക്കളോട് പറയുന്നത് കേട്ട ഈ ഇടവകയിലുള്ളൊരു സഹോദരൻ ഇതിനെതിരായിട്ട് പറഞ്ഞു, എന്തിനാ വെറുതെ ദൈവസന്നിധിയിലെ പൂക്കൾ വെച്ച് വെറുതെ കാശുകൾ എന്നതിന് അത് വല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലേ? പ്രിയപ്പെട്ടവരെ, ആ വലിയ കാരുണ്യം ആ സമർപ്പണത്തിലൂടെ ഒഴുകിയിറങ്ങുകയാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ പൂക്കൾ വെക്കുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു സമ്പത്ത് കണ്ടെത്തി ഞങ്ങൾ തന്നെ ദശാംശത്തിൽ നിന്ന് എടുത്ത് കുടുംബത്തിൽ നിന്നൊക്കെ എടുത്താണ് ഇവിടെ ആദ്യം ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ളവർ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. ഈ വലിയ അനുഗ്രഹം അനുഭവിച്ചു. അതുകൊണ്ടാണ് അനേകരോട് ഇത് ചെയ്യാൻ പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യും, വലിയ കാര്യം അത്. ദൈവസന്നിധി നമ്മൾ മനോഹരമാക്കുകയാണ്. കർത്താവിന്റെ ആലയം മനോഹരമാക്കുമ്പോൾ നമ്മുടെ കുടുംബം മനോഹരമാവുകയാണ്. നമ്മുടെ സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികളെ
കർത്താവ് ഏറ്റെടുക്കുകയാണ്. പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശുമ്പോൾ യൂദാസ് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇത് ദരിദ്രർക്ക് കൊടുക്കത്തില്ലേ? അങ്ങനെ യൂദാസിന്റെ ആത്മാക്കൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ആ സ്വഭാവമുള്ള വ്യക്തികൾ ഇന്നും സഭയിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തികൾ ഇന്നുണ്ട്. മക്കളെ, നമ്മൾ അങ്ങോട്ടൊക്കെ ചെവി കൊടുക്കാതെ തന്നെ തന്നെ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട്, യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട്, സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെവി കൊടുക്കാതെ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വരം പുത്രനിലൂടെ കേൾക്കുന്ന ആ വലിയ ദൈവിക സ്വരം സ്വീകരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ സ്വർഗം ഉറപ്പാ. മക്കളെ, കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? സ്ഥിരമായി ആരാധനയിൽ പങ്കെടുക്കുന്ന കുടമാടൂർ ഇടവകയിൽപ്പെട്ട ഒരു കുടുംബമാണ്. മെയ് 1-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒരാവശ്യത്തിനായി ഞാൻ വീടിന് മുകളിൽ കയറുകയും ഷീറ്റ് ഇട്ട ഭാഗത്ത് കടന്നില്ലുകയും ചെയ്തു. ഷീറ്റിന്റെ ഭാഗത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഷീറ്റ് തകർന്ന് താഴേക്ക് വീഴുകയുണ്ടായി. അങ്ങനെ തലയിൽ ആഴമായ മുറിവുണ്ടായി. മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ മേളത്തെ ഷീറ്റ് തലയിലേക്ക് വന്ന് വീണ് ശിരസിൽ ആഴമായ മുറിവുണ്ടായി. തുടയിലിന് ചെറിയ പൊട്ടലുണ്ടാവുകയും ചെയ്തു. ഉടനെ തന്നെ ബ്രദറിനെ വിളിച്ച് ആരാധനയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പാ ആ സമയത്ത് ആ കുടുംബത്തിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വീണു, പ്രാർത്ഥിക്കണം. അതിലൂടെ വലിയ അപകടം ഉണ്ടാകാതെ, മരണം പോലും സംഭവിക്കാതെ കർത്താവിന്റെ കാരുണ്യം അവർ പറയുക, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് പറയുന്നത് പോലെ, കർത്താവിന്റെ വചനം പോലെ ആ വീഴ്ചയിൽ കർത്താവ് ഉള്ളം കൈയിൽ എന്ന പോലെ സംരക്ഷിച്ച് പെട്ടെന്ന് തന്നെ മുറിവുകൾ ഉണങ്ങി. ശിരസിലെ മുറിവുകൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി. അതുപോലെ കാലിലെ അസ്ഥിയുടെ പൊട്ടല് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വലിയ അനുഗ്രഹത്തിന് തമ്പുരാന് നന്ദി പറയാം. അതുപോലെ ആ ദിവസങ്ങളിൽ ആ സമയത്ത് അവരുടെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള വിദേശത്തേക്കുള്ള വിസ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയതെന്നു. എവിടെയാണെന്ന് അറിയാൻ മേലാതെ തപ്പി നടന്നു. എവിടെയാണെന്നറിയത്തില്ല, വീടിനടുത്താണോ ഹോസ്പിറ്റലിലാണോ എവിടെയാണെന്നറിയാൻ മേലാതെ വളരെ വിഷമതയിലായിരുന്നു. വിസ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. വെള്ളിയാഴ്ച ആരാധനയിൽ സാക്ഷ്യപ്പെടുത്തിക്കളാം നേർന്ന് പ്രാർത്ഥന ഫലമായി അന്ന് രാത്രി തന്നെ അത്ഭുതകരമായി പേഴ്സ് കിട്ടി. കരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങെനിക്ക് ഉത്തരമരുളുന്നു. സങ്കീർത്തനം 86:7 വചനം വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതൻ മറവിൽ വസിച്ചിടും ഞാൻ, അവൻ ചിറകിൻ നിഴലിൽ പാർത്തിടും ഞാൻ. അവനെന്റെ സങ്കേതം, അവനെന്റെ കോട്ടയും, അവനെന്റെ ആശ്രയമാം ദൈവവും. അവനെന്റെ സങ്കേതം, അവനെന്റെ കോട്ടയും, അവനെന്റെ ആശ്രയമാം ദൈവവും. അവനെന്റെ സങ്കേതം, അവനെന്റെ കോട്ടയും, അവനെന്റെ ആശ്രയമാം ദൈവവും. അന്നമ്മ എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്നത്, ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ മെയ് 24-ാം തീയതി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പോൾ 25-ാം തീയതിയാണ് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ധ്യാനം മാറ്റിവെക്കാമെന്ന് ഓർത്തു. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി റിസൾട്ട് 28-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ധ്യാനം തീർന്ന് വെള്ളിയാഴ്ച ഇറങ്ങി വന്ന അതേ സമയം തന്നെ റിസൾട്ട് വരികയും 85% പാസ്സാവുകയും ചെയ്തു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കാം. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ
പിളർന്നു വഴി തരും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എലിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോ എലിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോ ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നന്ദി. ഇടവകയിലുള്ള സഹോദരി 13 ആഴ്ച ഉപസിച്ച് ആരാധനയെ പങ്കെടുക്കുമെന്ന് നേർന്നു. മകനും കൂട്ടുകാരും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. അവർക്ക് ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. വചനം കേൾക്കാനായിട്ട് ചെറുപ്പക്കാരായവർക്ക് ഒട്ടും ഇഷ്ടമില്ല. യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമില്ല. എങ്കിലും 11ാമത്തെ ആഴ്ചയിൽ ഈ ഇടവകയിലെ ധ്യാന ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകന്റെ പ്രേരണയാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച കുന്നന്താനത്ത് വെച്ച് നടത്തിയ ധ്യാനത്തിൽ അവരെല്ലാവരും കൂടി പങ്കെടുക്കുകയും ഇന്നലെ സന്തോഷത്തോടുകൂടി മടങ്ങി വരികയും ചെയ്തു. കരമുയർത്തി ദൈവത്തിന്റെ ആത്മാവ് അവരിൽ ആവസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് ആത്മാവിന്റെ ശക്തി യുവജനങ്ങളിലേക്ക് വചനം കേൾക്കുവാൻ മടിയുള്ള ആഗ്രഹമില്ലാത്ത വ്യക്തി ജീവിതങ്ങളിലേക്ക് ഈ അഭിഷേകം ഇപ്പോൾ വ്യാപരിച്ച് അനേക ആയിരങ്ങള് കർത്താവിന്റെ വചനം കേൾക്കുവാൻ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയേന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം. യേശുവേന്ന് വിളിക്കാം. യേശുവേന്ന് വിളിക്കാം. യേശുവേന്ന് വിളിക്കാം. യേശുവേന്ന് വിളിക്കാം. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. കരങ്ങൾ ഉയർത്തിയടിച്ച് പാടാം. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ചേർന്ന് പാടാം. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനെ. പാടാം. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. കർമ്മളയത്തിയടിച്ച് മലകളെ മെതിച്ചു നുറുക്കുമവൻ. കുന്നുകളെ തവിടു പൊടിയാക്കിടും. മലകളെ മെതിച്ചു നുറുക്കുമവൻ. കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയുണ്ട്. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല.
ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ചേർന്ന് വിളിച്ചേ യേശുവേ കാണുകയില്ല, വരികയില്ല, കാണുകയില്ല, ഇന്നു കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ഇന്നു കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. എല്ലാവരും വിളിക്കുന്നു. കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. അഭിഷേകം നിറയുകയും കൃപ നിറയപ്പെടുകയാണ്. നന്ദി പറഞ്ഞ മക്കളെ, ശുശ്രൂഷകരെ പോലും കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകം, വലിയ കാരുണ്യം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ കൂട്ടായ്മയിലൂടെ വെളിപ്പെടുത്തുവാൻ. ദൈവത്തിന്റെ വലിയ സ്നേഹം, ഇതിലുപരിയായ വലിയ അനുഗ്രഹങ്ങൾ ഈശോ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏക മനസ്സോടെ, ഒരേ മനസ്സോടെ ഈ ശുശ്രൂഷയുടെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്താൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാൻ സാധിക്കും. സമൃദ്ധിയുടെ, സമാധാനത്തിന്റെ വലിയ അഭിഷേകത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിക്കപ്പെടുകയാണ്. ആത്മീയ വളർച്ച, ആത്മീയ മുന്നേറ്റം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയമായിട്ട് എന്തോരം വളരുന്നോ അത്രമാത്രം ഭൗതിക നേട്ടങ്ങളും നമുക്ക് കൈവരും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. തോമസ് എന്ന സഹോദരൻ അതിരമ്പുഴ ഇടവകക്കാരനാണ്. ഞങ്ങളുടെ മൂത്ത മകന്റെ വിവാഹം തടസ്സം മാറുന്നതിന് വേണ്ടി, നല്ലൊരു വിവാഹ ബന്ധം ലഭിക്കുന്നതിന് കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും ആരാധന ഏറ്റെടുത്ത് നടക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇക്കഴിഞ്ഞ ഏപ്രിൽ 29 ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനം തന്നെ മകന്റെ വിവാഹം ഭംഗിയായി നടന്നു. അതിന് ദൈവത്തിന് 1000 നന്ദി. അപ്പന്റെയും അമ്മയുടെയും വിവാഹത്തിന് ഇത്ര വാർഷികം ആകണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ ദിവസം തന്നെ ചേർന്ന് ഇണയെ നൽകിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചു. എത്ര വർഷ വിശ്വസ്തയോടെ നിന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. തുടർച്ചയായിട്ട് 3 വർഷത്തിലധികമായി തമ്പുരാന്റെ സന്നിധിയിൽ നിന്നപ്പോൾ അതേ ദിവസം തന്നെ അപ്പനും അമ്മയും വിവാഹം കഴിച്ച് അതേ ദിവസം തന്നെ മകന് വിവാഹം കഴിക്കുവാനുള്ള, കുദാശയിൽ പ്രവേശിക്കാനുള്ള വലിയ കൃപ ഈശോ നൽകിയതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എറണാകുളത്തുനിന്ന് വരുന്ന ഒരു വീട്ടമ്മയാണ്. 2 വർഷമായിട്ട് വെള്ളിയാഴ്ച ആരാധന സംബന്ധിക്കുന്നു. ഈ കഴിഞ്ഞ മാസം കുന്നനാനത്ത് വെച്ച് നടന്ന ധ്യാനം ഏപ്രിൽ 26 മുതൽ 30 വരെ ഉള്ള ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. എന്റെ മകൾക്ക് ആദ്യം ഒരു ജോലി കിട്ടി. അവൾക്ക് കഷ്ടപ്പാടായത് എന്ന് പറഞ്ഞ് അത് റിസൈൻ ചെയ്തു. ഇതുമൂലം ഞങ്ങൾ വിഷമിച്ചിരിക്കെ മറ്റു പല ജോലി ശ്രമിച്ചിട്ടും ലഭിച്ചിരുന്നില്ല. ഇവരെ ഞാൻ ബ്രദറിനോട് പറയുകയും ബ്രദർ ജോലി മേഖലയിൽ വലിയ തടസ്സം കാണുന്നു എന്ന് പറഞ്ഞു. ഒരു ധ്യാനം വന്ന് അവൾ കൂടാനായിട്ട് പറഞ്ഞു. മാർട്ടിൻ ബ്രദറിന്റെ പ്രാർത്ഥന മൂലം ഞങ്ങൾക്ക് കുടുംബസമേതം ധ്യാനിക്കാൻ സാധിച്ചു. മകള് വന്ന് കൂടാൻ പറഞ്ഞു. പക്ഷെ പ്രാർത്ഥന ഫലമായിട്ട് കുടുംബം മുഴുവൻ വന്ന് ധ്യാനത്തിൽ പങ്കുചേർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവര് 4 പേരും ധ്യാനം കഴിഞ്ഞ് തിരിച്ച് മടങ്ങി ഭവനത്തിൽ നിന്ന് പിറ്റേ വ്യാഴാഴ്ചയായപ്പോൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തു. കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരത്താണ് അവൾക്ക് മനസ്സിനിണങ്ങിയ ജോലി യേശു കൊടുത്തത്. കരമുയർത്തി സർവശക്തനായ ദൈവം ഉദ്ധാനം ചെയ്ത
യേശു. കരങ്ങൾ ഉയർത്തി ജോലിയില്ലാത്ത മക്കള് വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? കരങ്ങൾ അടിച്ച് ജോലിയില്ലാത്ത മക്കള് വലിയ വിശ്വാസത്തോടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഈശോ ജോലിയില്ലാത്ത മക്കളുടെ ജീവിതത്തിന്റെ മേൽ ഇടപെടുന്നു. എല്ലാവരും ചേർന്ന് മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോൾ ചേർന്ന് പാടാം. മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോ എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിയിടുമേ. വിശ്വസിച്ച് പാടിക്കേ. എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിയിടുമേ. മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോ ചേർന്ന് പാടാം. മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോൾ കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിയിടുമേ. വിശ്വസിച്ചുകൊണ്ട് പാടാം. എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിയിടുമേ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും. കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. ശത്രുവിൻ പാളയങ്ങൾ ചുറ്റും നിരന്നിടുമ്പോൾ ചേർന്ന് പാടാം. ശത്രുവിൻ പാളയങ്ങൾ ചുറ്റും നിരന്നിടുമ്പോൾ അവിടുന്ന് എന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. അവിടുന്ന് എന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. വിശ്വസിച്ചെന്ന് പാടിക്കേ. അവിടുന്ന് എന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. ചേർന്ന് പാടിക്കേ. അവിടുന്ന് എന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും. കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. അഭിഷേകത്തോടെ താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. അഭിഷേകം താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. അഭിഷേകത്തോടെ എൻ മുഖം ലജ്ജിക്കയില്ല, പ്രത്യാശ കുറയുകില്ല. പ്രത്യാശയോടൊന്ന് പാടിക്കേ. എൻ മുഖം ലജ്ജിക്കയില്ല, പ്രത്യാശ കുറയുകില്ല. എന്നെ മാനിക്കുന്നോ എന്നോട് കൂടെയുണ്ട്. ചേർന്ന് പാടിക്കേ. എന്നെ മാനിക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് എൻ മുഖം ലജ്ജിക്കയില്ല, പ്രത്യാശ കുറയുകില്ല. ചേർന്ന് പാടിക്കേ. എൻ മുഖം ലജ്ജിക്കയില്ല, പ്രത്യാശ കുറയുകില്ല. എന്നെ മാനിക്കുന്നോ എന്നോട് കൂടെയുണ്ട്. എന്നെ മാനിക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും. കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ
എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. യേശുവേ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. യേശുനാമത്തിലോ എന്നെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാരശക്തികളെയും യേശുനാമത്തിലോ ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിലോ അന്ധകാരശക്തികളോ അശുദ്ധാത്മാക്കളോ പൈശാചിക ശക്തികളോ രോഗത്തിന്റെ അരുവികളോ അപകടത്തിന് ദുരാത്മാക്കളോ ആത്മഹത്യാ പ്രവണതയുടെ അരുവികളോ യേശുനാമത്തിലോ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിലോ വിട്ടകന്നു പോകട്ടെ, വിട്ടകന്നു പോകട്ടെ, യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ. വചനത്തിന് ശക്തിയാൽ നീങ്ങിപ്പോട്ടെ. ലൂക്കാ 10:19 വചനത്തിന് ശക്തിയാൽ നീങ്ങിപ്പോട്ടെ. അന്ധകാര ശക്തികളോ അശുദ്ധാത്മാക്കളോ രോഗപീഠകളോ യേശുനാമത്തിലോ നീങ്ങിപ്പോട്ടെ. മന്ത്രവാദം, കൂടോത്രം, ശുദ്ധിവിദ്യ ഇവയിൽ വിശ്വസത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന സകല ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും യേശുനാമത്തിലോ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിലോ വിട്ടകന്നു പോകുക. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ നമുക്കൊന്ന് പാടാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ചേർന്നൊന്ന് പാടിക്കേ. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ചേർന്നൊന്ന് വിളിച്ച യേശുവേന്ന്. യേശുവേ അഭിഷേകം വ്യാപരിക്കുക, ശക്തി വ്യാപരിക്കുന്നു. യേശുനാമത്തിലോ ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു. പൈശാചിക പീഡകളോ കൂട്ടത്തോടെ വിട്ടകന്നു പോകുന്നു. യേശുനാമത്തിലോ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അന്ധകാര ശക്തികളോ വിട്ടകന്നു പോകുന്നു. അന്തരീക്ഷ ശക്തികളോ വിട്ടകന്നു പോകുന്നു. യേശുനാമത്തിന്റെ ശക്തിയാലോ വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ചേർന്ന് പാടാം. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ദിനവും
ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ചേർന്ന് പാടിക്കേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ. ഒന്ന് കരഞ്ഞോട്ട് പാടിക്കേ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ. ചേർന്ന് പാടാം. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ. താഴ്ചയിൽ എന്നെ ഓർത്തല്ലോ, വീഴ്ചയിൽ എന്നെ താങ്ങിയേ. ഒന്നിച്ച് പാടാം. താഴ്ചയിൽ എന്നെ ഓർത്തല്ലോ, വീഴ്ചയിൽ എന്നെ താങ്ങിയേ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ. ഒന്നിച്ചൊന്ന് പാടിക്കേ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിച്ചോണ്ടെന്ന് പാടിക്കേ. സ്നേഹിക്കുന്നേ. കരങ്ങളുയർത്തി. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്വരൂപനേ സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. കണ്ണുനീരോടെ വിളിക്കുന്നു, അനുതാപത്തോടെ. സ്നേഹിക്കുന്ന ഈശോയേ, സ്നേഹിക്കുന്നേ ഞാൻ യേശുവേ. സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നേ ഈശോയേ, സ്നേഹിക്കുന്നേ ഈശോയേ, സ്നേഹിക്കുന്നേ ഈശോയേ, യേശുവേ. യേശുവേ സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. പിരിയാ കഴിയില്ലെനിക്ക് വിളിക്കുന്നു പ്രിയനേ ഈശോയേ. സ്നേഹിക്കുന്നേ ഞാൻ സ്നേഹിക്കുന്നേ അഭിഷേകം സ്നേഹിക്കുന്നേ യേശുവേ. രൂപാന്തരപ്പെട്ടവരെ എനിക്ക് വേണ്ടി, സ്നേഹിക്കുന്നേ ഞങ്ങൾക്ക് വേണ്ടി, സ്നേഹിക്കുന്നേ ലോകം മുഴുവന് വേണ്ടി രൂപാന്തരപ്പെട്ട യേശുവേ, അപ്പമായി തീർന്നവനെ ഈശോയേ, സ്നേഹിക്കുന്നേ ഈശോയേ, യേശുവേ. വിളിക്കുന്നു. സ്നേഹിക്കുന്നേ 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 യേശുവേ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട്. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. കരങ്ങൾ വീശി പാടാം. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ.
പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ യേശുനാഥ. കരഞ്ഞോട്ട് പാടിക്കേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ യേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ യേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ യേശുനാഥ. കഴിയില്ലെനിക്ക് പ്രിയനെ യേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ യേശുനാഥ. താഴ്ചയിൽ എന്നെ ഓർത്തല്ലോ, വീഴ്ചയിൽ എന്നെ താങ്ങിയേ. താഴ്ചയിൽ എന്നെ ഓർത്തല്ലോ, വീഴ്ചയിൽ എന്നെ താങ്ങിയേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ യേശുനാഥ. ചേർന്ന് പാടിക്കേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ യേശുനാഥ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, മാർപ്പാപ്പായുടെ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, കർദിനാളിന്റെ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, വികാരിയച്ഛന്റെ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മയും കുടുംബങ്ങളെയും സ്വാധീനിക്കുന്ന അന്ധകാര ശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ വിട്ടകന്നു പോകുക കൽപ്പിക്കുന്നു. അഭിഷേകം നിറയുന്നു. ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു. പീഡകള്, വ്യാധികള്, രോഗങ്ങള്, അപകടങ്ങള്, ദുരിതങ്ങള്, ആത്മഹത്യാ പ്രവണതകള് ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടകന്നു പോകുന്നു. ഈശോയെ അഭിഷേകം ചെയ്യണമേ, ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. സന്ധിബന്ധങ്ങളെ, മജ്ജയെ, മാംസത്തെ, രക്തത്തെ, പേശികളെ, അസ്ഥികളെ എല്ലാം അവിടുത്തെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. ആന്തരികമായ അവയവങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പീഡകളിൽ നിന്ന് വിടുതൽ നൽകണമേ. ഓരോ മക്കളും പ്രാർത്ഥിക്കുക. ശരീരത്തിലോ എവിടെയെങ്കിലും രോഗപീഡയുണ്ടെങ്കിലോ യേശുക്രിസ്തുവിന്റെ ശക്തി ഇപ്പോൾ ആ മേഖലയിലേക്ക് വ്യാപരിക്കുന്നു. സൗഖ്യം യേശുനാമത്തില് സംഭവിക്കുന്നു. ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു. അഭിഷേകം നിറയുന്നു. കരങ്ങൾ അടിച്ച് എല്ലാവരും ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി,
അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി കരങ്ങൾ ഉയർത്തിയെടുത്ത് പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ചേർന്ന് പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ഒന്നിച്ചു പാടാം. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ദൈവസാന്നിധ്യം നമ്മളിലൂടെ ലോകം മുഴുവനിലേക്കും വ്യാപരിക്കട്ടെ. ഇവിടെ ഒഴുകുന്ന വലിയ അഭിഷേകം വിശുദ്ധ അൽഫോൻസാമയുടെ വിശ്വാസത്തിന്റെ അഭിഷേകമാണ് ഇവിടെ വ്യാപരിക്കപ്പെടുന്നത്. ദിവികാരുണ്യ അഭിഷേകം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം, യേശു അപ്പമായി എന്റെ നാവിലേക്ക് വന്ന ദിവസമാണെന്ന് വിശുദ്ധ അൽഫോൻസാമ പറഞ്ഞു. ഈശോയെ, ആ കാരുണ്യത്തിന്റെ ശക്തിയാണ് ഈ ആലയത്തില് ഇപ്പോൾ പെയ്തിറങ്ങുന്നത്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്ത്രീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ. ശാപശക്തിയെ തകർത്തിടാൻ, രോഗശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ഒന്നിച്ചു പാടിക്കേ. ശാപശക്തിയെ തകർത്തിടാൻ, രോഗശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 എന്നിൽ നിറയട്ടെ,
സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. മുട്ടുമേലായിരിക്കുന്നു എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. ഈ ആലയത്തില് കടന്നു വന്നിരിക്കുന്ന മക്കളുടെ നിയോഗങ്ങളെ എല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുക. മക്കൾ സമർപ്പിച്ച് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബങ്ങൾ അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. സമ്പത്ത് കാഴ്ചയായി സമർപ്പിച്ചവര് അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദിവികാരണനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുപോരുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ധ്യാനത്തിന് മറ്റുള്ളവരെ പറഞ്ഞുവിടുന്ന ഓരോ വ്യക്തികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദിവ്യരാജ്യത്തിന് വേണ്ടി വേലയെടുക്കുന്ന ഒത്തിരിയേറെ മക്കള് നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. ഈ ശുശ്രൂഷയിൽ അനേകായിരങ്ങള് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാനും മാനസാന്തരത്തിന്റെ ദൈവിക ഫലങ്ങൾ സ്വീകരിക്കുവാനും വേണ്ടി ഒത്തിരിയേറെ മക്കള് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകർക്ക് വേണ്ടി അവരെല്ലാം ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. ആത്മീയമായും ഭൗതികമായും പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ധ്യാനത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നവരുണ്ട്. നോട്ടീസ് കൊണ്ട് വിതരണം ചെയ്യുന്ന മക്കളുണ്ട്. അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വലിയ ദൈവാനുഗ്രഹം ഇവരിലേക്ക് എല്ലാം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ വലിയ കാരുണ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയും കൗൺസിലിങ്ങിനായിട്ട് വരുന്ന മക്കളുണ്ട്. പുതുനാന സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ധ്യാനത്തിൽ കൗൺസിലിംഗ് എടുക്കാനായിട്ട് കടന്നു വരുന്ന മക്കളുണ്ട്. ഈ ഇടവകയിൽ നിന്ന് കടന്നു വരുന്ന മക്കളുണ്ട്. ഇവരൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും ശുശ്രൂഷയെ സഹായിക്കാനായിട്ട് ഈ ഇടവകയിൽ നിന്ന് യുവജനങ്ങൾ വരുന്നുണ്ട്. അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകായിരങ്ങളിലേക്ക് ദൈവിക അഭിഷേകം വ്യാപരിക്കുവാൻ തക്കവിധം ശുശ്രൂഷകരെ എല്ലാം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. എഡ്വിനെ സമർപ്പിക്കാം. അനിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം ഇവരെല്ലാം വന്നു നിറയട്ടെ. വിശ്വസ്തയുടെ, വിശ്വാസത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശുശ്രൂഷകരെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനെ സമർപ്പിക്കാം. സിവറച്ചനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോയി ചിറ്റൂരച്ചന് കടന്നു വന്നിട്ട് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വികാരിച്ചനെ, കൊച്ചന്മാരെല്ലാം സമർപ്പിച്ച് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാര് ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സഭാപിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ അതിരൂപത്തിലെ എല്ലാ വൈദികരെയും സമർപ്പിക്കാം. സിസ്റ്റേഴ്സിനും സമർപ്പിക്കാം. ഈ അഭിഷേകം അവരിലേക്ക് എല്ലാം വ്യാപരിക്കപ്പെടുവാൻ അനേകായിരങ്ങള് ഈ വലിയ കാരുണ്യത്തിന്റെ അഭിഷേകം സ്വീകരിക്കുവാൻ തക്കവിധം ഈ ശുശ്രൂഷയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിലുള്ള ഈ ശുശ്രൂഷയെ, ഈ ധ്യാനത്തെ കർത്താവേ അഭിഷേകം ചെയ്യണമേ എന്ന്, കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തണമേ എന്ന്, ഈ വലിയ അഭിഷേകം മുഴുവൻ രൂപതകളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ശക്തി എല്ലാ രൂപതകളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? യേശുവേ നന്ദി. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം സ്വരമേറ്റ് എല്ലാവരും തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. രോഗികളായിരിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകം വ്യാപരിക്കുക. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. ആണിപ്പഴുതുള്ള കരങ്ങളാൽ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഇതാ ദൈവജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി മക്കൾ വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയെ ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. യേശുനാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഇപ്പോൾ ഈ ആലയത്തില് സംഭവിക്കുന്നു. കരമുയർത്തി പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ മക്കള് വിളിക്കുന്നു, ഈശോയേന്ന് 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 വിളിക്കുന്നു. പരിശുദ്ധ ശിരസ്സ് നമിച്ച് പരമമാ നിലം പറ്റി നമുക്ക് ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന.